ദാ അതിലോട്ട് ഞാൻ ഇതുപോലെ അരിപ്പിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അത് ആ മിക്സിയുടെ ജാറിലോട്ടിട്ട് തന്നെ ഒന്ന് കറക്കിയെടുക്കുക. അടിച്ചെടുക്കേണ്ട, ഇതുപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒരു തുള്ളി ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഏലക്കാപ്പൊടി ഇത് മാത്രമേ നമ്മുടെ ഇതിലുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് തേങ്ങ ചേർത്തടിക്കരുത്. അപ്പോൾ ഇത് ഇത്രയും തന്നെയാണ്. നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ എന്തായാലും തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുന്ന നമ്മുടെ ഈ കിണ്ണത്തപ്പം ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടാണ് ഞാൻ നെയ്യൊക്കെ ഒന്ന് തേച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ തേച്ചെടുത്ത ഈ പാത്രത്തിലോട്ട്, ഞാനൊരു ഇഡലി പാത്രത്തിലോട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതാണ്ട് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കൂട്ട് തയ്യാറാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഒന്ന് നൈസാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത്